അല്ല എന്താ നിനക്ക് അവന് ഇഷ്ടമല്ലാത്ത? ആരറിഞ്ഞു എനിക്ക് അവനെ ഇഷ്ടമല്ലാന്ന്? കഴിഞ്ഞോ നിന്റെ ചോദ്യം? എന്താ അവനോട് പറയത്തേന്ന് ചോദിച്ചാ നീ വായതൊന്ന് വിളിച്ചു പറയും. അത് കേൾക്കുമ്പോ എനിക്ക് ചൊറിഞ്ഞു വരും. എന്തിനാ വെറുതെ. ഗുഡ്. എടി എനിക്കുണ്ടായിരുന്ന ഒരു പ്രേമം. 4 പെമ്പിള്ളേരെ നിൽക്കുന്ന സ്ഥലത്ത് അവനെ നിർത്തിയിട്ട് പോകാൻ എനിക്ക് പേടിയായിരുന്നു. അത്രയ്ക്കുണ്ടായിരുന്നു അവന്റെ കമ്മിറ്റ്മെന്റ്. ഇതിപ്പോ അവന്റെ ഒരു 8-9 കൊല്ലായില്ലേ. ഡെയിലി ഒരു 10-20 പെമ്പിള്ളേരെങ്കിലും അവൻ കാണുന്നുണ്ടാവുമല്ലോ. ഒരു ഓപ്ഷൻ ബി അവന് വെക്കാൻ തോന്നിയിട്ടില്ലല്ലോ. എടി ഒരു ക്വാളിറ്റി ഉള്ളവന് ഇതൊക്കെ പറ്റുള്ളൂ. എനിക്കറിയില്ല എന്താ എന്റെ പ്രശ്നം. അവനെ കാണുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ ഓർമ്മ വരും. അവൻ്റെ ചുരുണ്ട മുടി, നടത്തവും ഡ്രസ്സിങ്ങും. ഞാൻ നിന്നോട് അച്ഛനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? എല്ലാം മറന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ആ മുമ്പിൽ വന്ന് നിൽക്കും. ശരിക്കും അച്ഛൻ മുമ്പിൽ വന്ന് നിൽക്കുന്നവരെ മര്യാദക്കൊന്ന് സംസാരിക്കാൻ പോലും പറ്റില്ല. അപ്പോഴാണല്ലോ പ്രേമം. അവൾ എന്നെ ഒരു ഫോട്ടോ കാണിച്ചു. എനിക്ക് വലിയ സമയം തോന്നിയില്ല. പക്ഷെ എവിടേക്ക് ഒരു മുടിയും താടിയൊക്കെ തോന്നി. അവളുടെ അച്ഛൻ ഭയങ്കര ടെററായിരുന്നല്ലേ? അവളെ അവളുടെ അമ്മേനെ കുറെ ഉപദ്രവിച്ചായിട്ട് അറിയാം. പിന്നെ പുള്ളി ഏതൊരു അച്ഛൻ വിട്ട് മരിച്ചുപോയി. അതുകൊണ്ട് അവരെ രക്ഷപ്പെട്ടു. ഇല്ല, ഞാൻ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ട്രാൻസ്ഫർ സർജറി ചെയ്യാൻ പറ്റുള്ളൂ. മാഡം, ഫയൽസ്. എന്താ ആലോചിക്കുന്നേ? ഞാൻ നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. എന്തു പറഞ്ഞാൽ അതൊക്കെ ന്യായീകരിക്കുന്ന ആലോചിക്കായിരുന്നു. കുറേ ഇഗ്നോർ ചെയ്യുമ്പോൾ നീയായിട്ട് തന്നെ എല്ലാം നിർത്തിപ്പോന്ന് വിചാരിച്ചു. നിനക്ക് എന്നോട് ദേഷ്യം തോന്നില്ലേ? അതൊരു റിലേഷൻഷിപ്പൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അതിന് റിലേഷൻഷിപ്പ് ആയില്ലല്ലോ, ഇനി ആവാനും പോണില്ല. ഇങ്ങോട്ടൊക്കെ വിളിച്ചോണ്ടിരുന്നപ്പോൾ ഞാൻ കരുതി ഇതുവരെ പറയാതിരിക്കും ഒരു കാരണം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. സമയമുണ്ടല്ലോ. ഇല്ല, സമയമില്ല. അതാ ശരിക്കുള്ള കാരണം.